കേരളം മനോഹരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പുതിയ ഒരു അധ്യായത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ മൺട്രോത്തുരുത്തിലെ മാർഷോ ഐലൻഡിലാണ്. അപ്പോൾ ഇന്നും ഞാൻ യാത്ര തുടരുകയാണ്. കാരണം ഇനിയും ഇന്നലെ കണ്ട കുറേ കാഴ്ചകൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫുൾഫിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. കേരള മനോഹരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനസ്സ് നിറയ്ക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പല കാര്യങ്ങളും ഉടക്കി കണ്ണിലേക്ക്, എന്നാലും ഒരെണ്ണം കൂടുതൽ ശബ്ദം കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് മറ്റൊന്നുമല്ല, കൊട്ടവഞ്ചി. പണ്ട് ഈ പുഴയോരത്ത് പൂന്തോണിയെത്തിയില്ല എന്ന ആ ഒരു പാട്ടും അതിൻ്റെ രംഗങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിറയ്ക്കുമ്പോൾ സിൽക്ക് സ്മിത ഇങ്ങനെ ആ കുട്ടവഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതും ഒക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു അറിയാം. ഇന്നും നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പല സിനിമകളിലും ചില ആൽബംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയാക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അത് ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ നേരെ കൊട്ടവഞ്ചിയിലേക്ക് പോവുകയാണ്. കൊട്ടവഞ്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഭയങ്കര നല്ലത് വേപ്പാണ് കേട്ടോ. അത് വേപ്പല നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. നമുക്ക് കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്, ആളുകൾ ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കഴിച്ചാൽ നല്ലതാണ്, കഴിക്കുന്നവരുണ്ട്. പോയിട്ട് അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ തുടക്കം ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ അടുത്ത കൊട്ടവഞ്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് പണ്ട് ഞങ്ങളുടെ ഇല്ലത്ത് ഇതുപോലെ ഈ സപ്രമഞ്ചം ഉണ്ടായിരുന്നു. എല്ലാം രാജകീയമായ കാര്യത്തിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കരുക്കിങ്ങനെ അടർത്തി കുടിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ്. ഇനി അധികം സംസാരിക്കാതെ നേരെ കുട്ടവഞ്ചിയിലേക്ക് കയറാൻ പോവുകയാണ്. അനീഷും കൂടെ. അനീഷ, ഞാനൊന്ന് അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ, ആളെ പിടിച്ചു കയറ്റാൻ ആൾ വേണം. അപ്പോൾ വളരെ സന്തോഷം എപ്പോഴും നിലനിൽക്കണം നമുക്ക്. ഓക്കെ. ഒന്നോ അമ്മച്ചി, അങ്ങനെയാണ് എന്നാ കയറ് പൊട്ടിയാ നല്ല ആള് നിങ്ങള്. കുട്ടവഞ്ചിക്ക് സാധാരണ നമ്മള് ഇതാണ്, പക്ഷെ ഇത് ജയനെ കൊണ്ടൊക്കെ പറ്റുള്ളൂ തോന്നുന്നു. അയ്യോ, നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ ഇവിടെ സുഖിച്ച് കിടക്കണം, അല്ല പേടിച്ച് കിടന്നു പോയതാ. നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് സാധാരണ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ നമ്മളെ ഇങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോകാൻ ആളുണ്ടാവും. നമ്മൾ പിന്നെ സിനിമാ ശൈലി ഒറ്റയ്ക്കേറി ഷൈൻ ചെയ്യായിരുന്നു. അത് പരിചയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പണി കിട്ടും. ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. എങ്കിലും നമ്മൾ ഓർത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളാണ്, കാഴ്ചകളാണ്. അത്തരം കാഴ്ചകൾ സമ്മാനിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കേരള മനോഹരത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലം മൺട്രോത്തുരുത്തിലാണ് ഞാനുള്ളത്. നമ്മളിങ്ങനെ കുട്ടവഞ്ചിയിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ എന്താണ് ഈ നീന്തിപ്പോകുന്ന താറാക്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ല മലയാളത്തിൽ പറയുമ്പോൾ നയനാനന്ദകരമായ കാഴ്ച അല്ലേ.
ചെറിയ ചാറ്റൽ മഴ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എപ്പോൾ വേണോ മഴ വരാം, എപ്പോൾ വേണോ മഴ പോകാം, എപ്പോൾ വേണോ വെയിൽ വരാം, എപ്പോൾ വേണോ വെയിൽ പോകാം. അങ്ങനെയാണെങ്കിലും വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. പെടൽ വിളിക്കൊണ്ടല്ല തിരിഞ്ഞിരിക്കുന്നത്. ഞാൻ എഴുന്നേറ്റ ബാലൻസ് പാലിക്കാൻ പറ്റുന്നുണ്ട്. മഴ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എന്നെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ അജി എത്തിയിട്ടുണ്ട്. അനീഷേ അങ്ങനെ ഉണ്ട്, എണീച്ചൂടെ? അമ്മ അപ്പ അപ്പോൾ ഇനിയിപ്പം താഴൂല്ലേ? ആണോ? അങ്ങനെ പലരും കൂടി എന്നെ രക്ഷിച്ചു കൊണ്ട് കയറ്റുകയാണ്. അങ്ങനെ വളരെ സാഹസികമായിട്ട് അനീഷേ, താങ്ക് യു സോ മച്ച്. യാത്ര തുടരുന്നു. അഷ്ടമുടി കായലിന് മുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അഷ്ടമുടി കായലിൻ്റെ ആഴങ്ങളിൽ നിന്ന് കക്ക ശേഖരിക്കുന്ന 2-3 ചേട്ടന്മാരുടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് നോക്കാം. ആക്ച്വലി കല്ലുമ്മേക്കായോ അല്ലെങ്കിൽ കക്ക പറക്കുന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ എല്ലാവരും മീൻ പിടിക്കുകയാണ്. പക്ഷെ ചേട്ടൻ പറയുന്നത് വെച്ചാൽ ഇത് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഇവിടെ ഈ മുരിങ്ങ നിറയെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ കല്ലുമ്മക്ക. അപ്പോൾ അതിങ്ങനെ കാലിക്കൊണ്ടാൽ ഭയങ്കരമായിട്ട് മുറിഞ്ഞു പോകും. പക്ഷെ അത് അവർ നിത്യതൊഴിലഭ്യാസം എന്ന് പറഞ്ഞ പോലെ സ്ഥിരമായി ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. നമ്മളെപ്പോലുള്ളവരൊക്കെ ചാടിക്കഴിഞ്ഞാൽ കാലൊക്കെ മാന്ത് പൊളന്നു പോകും കേട്ടോ. സാധാരണ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ഉത്സവം വരുമ്പോൾ നമ്മൾ അലങ്കരിക്കാനായിട്ട് കുരുത്തോലുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അലങ്കരിക്കാനല്ല, ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള മീൻപിടുത്തമാണ്. ഇതിനെ പറയുന്നത് വിരളി എന്നാണ്. വിരളി മീൻ പിടിക്കുന്ന പലതരത്തിലുണ്ട്. ഓരോ കാര്യങ്ങളും ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. അപ്പോൾ വിരളി എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഒരു കയറിൽ ഇങ്ങനെ കുരുത്തോലുകളും കെട്ടിയിടും, എന്നിട്ട് വെള്ളത്തിൽ മുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കളറുണ്ടല്ലോ, ലൈറ്റ് പോലെ അടിക്കുന്ന ഒരു കളറാണല്ലോ, ഒരു യെല്ലോ ഇഷ് കളറാണല്ലോ. അപ്പോൾ ആ കളർ കാണുമ്പോൾ മീൻ അവിടേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും. അപ്പോൾ മീനെ കൈ കൊണ്ടാണ് പിടിക്കുന്നവർ. അവർക്ക് വലയൊന്നും വേണ്ട. അതാണ് ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ചില സിദ്ധികളാണത്. അപ്പോൾ അങ്ങനെ വിരളി മീൻപിടുത്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിരളി എന്ന് പറയുന്ന ഈ മീൻപിടുത്തം ഇപ്പോൾ വളരെ ചുരുങ്ങി അപൂർവമായിട്ടാണ് നമ്മുടെ ഈ നാട്ടുകാർ പോലും കാണാറുള്ളത്. അപ്പോൾ നമുക്കൊരു ഭാഗ്യമുണ്ടായത്. കാരണം ഈ യാത്രയെ ഏറ്റവും മനോഹരമാക്കാനായി ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു കഷ്ടപ്പെടുന്നതനുസരിച്ച് എൻ്റെ റിസൾട്ട് നമുക്ക് ദൈവം തരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒരിക്കലും ഈ അപൂർവമായ കാഴ്ച കാണാൻ പറ്റില്ലായിരുന്നു. എന്നിലൂടെ നമ്മളിലൂടെ നിങ്ങളിലേക്ക് ഈ കാഴ്ച വിരളി മീൻപിടുത്തം കണ്ടു കഴിഞ്ഞു. മൺട്രോയുടെ സിഗ്നേച്ചർ പോയിന്റ് വേവ് മൺട്രോ. ഇവിടെ സൈഡിൽ ഈ ഏരിയയിലുള്ളവർ തന്നെ ചെറിയ വള്ളങ്ങളുണ്ട്. ആ വള്ളത്തിൽ ഇതിനകത്തുകൂടി സഞ്ചരിക്കുന്നതാണ് ഏറ്റവും. നിങ്ങൾ യാത്രയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നമുക്ക് ദൂരെ നമ്മളൊരു പക്ഷേ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ വള്ളത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുകൂടി പോകാൻ പറ്റില്ല. അതിന് ഇവിടെ തന്നെ ഒരു യൂണിയനും ടീമൊക്കെ ഉണ്ട്. അവരുടെ വള്ളം നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോകാൻ പറ്റും. അഷ്ടമുടി കായലിലെ ഒരു കായൽ, 8 കായലുകളാണ്. അതിനകത്ത് ഒരു കായൽ കാഞ്ഞിരോട്ട് കായൽ കഴിഞ്ഞ് നമ്മൾ കയറുന്നത് ഇപ്പോൾ പുത്തനാറ്. ഈ പുത്തനാറ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ആറാണ്. ഇത് ഒരുപക്ഷെ നമ്മൾ കേണൽ മൺട്രോയെ ഓർക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലൊന്ന് ഇതാണ്. കാരണം തീർച്ചയായിട്ടും മൺട്രോ തുരുത്തിലെ കൃഷി നാശം വരാതിരിക്കാൻ വേണ്ടിയിട്ട് യാത്രാ സൗകര്യത്തിനും വേണ്ടിയിട്ടുമൊക്കെ ഒരു 6 വെട്ടം തീരുമാനിച്ചു. അങ്ങനെ വെട്ടിയതാണ് ഈ പുത്തനാർ. പുത്തനാറിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ജലമാർഗം സഞ്ചരിക്കുമ്പോൾ തീരങ്ങളിലായിട്ട് നമുക്ക് താമസിക്കാനായിട്ട്, സഞ്ചാരികൾക്ക് താമസിക്കാനായിട്ട് മനോഹരമായ ഇത്തരം റിസോർട്ടുകൾ ധാരാളം ഇവിടെ കാണാം നമുക്ക്.
ഉണ്ട്, ഇരുവശത്തും കാണാം നമുക്ക്. ഇവിടെയും മറ്റൊരു റിസോർട്ടാണിത്. ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ബോട്ടുകളും ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഇവരിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ താമസിക്കുന്ന മാഷ്ട്രോയിലാണ്. അപ്പോൾ മാഷ്ട്രോയിൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെതായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഓരോരോ റിസോർട്ടുകൾ ഇവിടെ ധാരാളമുണ്ട്. ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഈ കൂടുതൽ സഞ്ചാരികൾ. നോർമലി നമുക്കറിയാം, നമ്മൾ ഒരു ഇടത്തേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ അവിടുത്തെ ഭക്ഷണം, താമസം, യാത്ര, ഈ 3 കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 3ഉം കൂടി ചേരുന്നതാണ് ഇത്തരം റിസോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഒരു സഹായം നമുക്ക് വളരെ നല്ലതായിരിക്കും. ഇത് ഇടിയക്കടവ് പാലം, മൺട്രോയാക്കി മാറ്റുന്ന ഈ പുത്തനാറിലൂടെ നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആകെ എനിക്ക് തോന്നുന്നു 1980-കളിലാണ് അല്ലേ നവനീതെ? പിന്നീതെ 1980 കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഈ ആദ്യമായിട്ട് ഈ ഒരു പാലം വരുന്നത്. ഈ പാലം വന്നതുകൊണ്ടാണ് യാത്രാ സൗകര്യം കൂടുതലുണ്ടായത്. നമ്മൾ പുത്തനാറ് വഴി കല്ലട ആറിലേക്ക് കയറാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഇങ്ങനെ ഓരോ മാർഗ്ഗങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്ക് കാണുമ്പോൾ എല്ലാം മൊത്തം വെള്ളം അല്ലേ? നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെയും വെള്ളം അവിടെയും വെള്ളം, ഇത് പുത്തനാറാണോ അല്ലെങ്കിൽ അഷ്ടമുടി കായലാണോ എന്ന് നമുക്കറിയില്ലല്ലേ. ഈ ജലമാർഗം സഞ്ചരിക്കുന്ന സമയത്തും ഈ നാവികർ അല്ലെ ഇത് ഓടിക്കുന്ന ആൾക്കാർ പറയുമ്പോഴാണ് കൃത്യമായിട്ട് റൂട്ട്. രാത്രിയിലൊക്കെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അത്ഭുതം തോന്നില്ലേ? ഇപ്പോൾ റോഡേ വഴി പോകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഒരു പക്ഷേ. എന്തായാലും നമുക്ക് അറിയാത്ത വഴികളിലൂടെ, അറിയാത്ത കാര്യങ്ങളിലൂടെ, അറിയാത്ത കഥകളിലൂടെ, അറിയാത്ത ആൾക്കാരിലൂടെ എല്ലാം അറിഞ്ഞും കുറച്ചറിയാതെയും കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. കേരളം മനോഹരം. ഒരു കാലത്ത് മൺട്രോത്തുരുത്തിൻ്റെ വരുമാന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നത് കയറായിരുന്നു. കയറുണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കയർ സംഘങ്ങളിൽ ഒന്നാണിത് നമ്മൾ ആ ഇടതുവശത്ത് കാണുന്നത്. ഇപ്പോൾ ഈ കയറിൻ്റെ ആവശ്യങ്ങളൊക്കെ കുറഞ്ഞില്ലയോ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് മറ്റു തരത്തിൽ വന്നതുകൊണ്ട് തന്നെ കയർ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാധാരണ നമുക്കറിയാം, തീരപ്രദേശങ്ങളിൽ താമസിക്കുമ്പോൾ ചിറയൻകീഴ്, കടയ്ക്കാവൂര്, വക്കം അല്ലെങ്കിൽ വർക്കല ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തീരപ്രദേശത്ത് താമസിക്കുന്ന മിക്കവാറും പേര് കയറായിരിക്കും അവിടുത്തെ. ഞങ്ങളുടെ നാട്ടിൽ ചിറയൻകീഴൊക്കെ ധാരാളം കയർ ഉണ്ടാക്കുന്ന ഇടങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ മൺട്രോത്തുരുത്തിൻ്റെ പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും ഓരോ വണ്ടി കയറുണ്ടാക്കുന്നുണ്ടായിരുന്നാണ് പറയുന്നത്. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു വന്നിരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കേരളം തെങ്ങുകളുടെ നാടാണ്, കേരവൃക്ഷത്തിൻ്റെ നാട്. അപ്പോൾ തേങ്ങയുടെ ആ തൊണ്ട് എടുത്തിട്ട് ഒരുപാട് നാളിങ്ങനെ വെള്ളത്തിലിട്ട് അഴുക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ചകിരി മാറ്റി, തൊണ്ട് തല്ലി ചകിരി മാറ്റി അതിന് ശേഷം ഇങ്ങനെ പിരിച്ചെടുക്കുന്ന കയറുകൾ. ആ കയറുകളാണ് നമ്മൾ സാധാരണ വിപണിയിൽ കാണാറുള്ളത്. ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ചിറയൻകീഴ് ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നു, കായലും കയറും എന്ന് പറഞ്ഞിട്ട്. കയറ് പിരിക്കും പെണ്ണാണല്ലോ, കൈ നിറയെ വളകളുണ്ടല്ലോ എന്ന പാട്ടുകളൊക്കെ ഇവിടെ വരുമ്പോൾ വീണ്ടും ഓർമ്മ വരികയാണ്. പക്ഷേ ഇതൊക്കെ ഇന്നിപ്പോൾ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സ്ഥലം കല്ലടയാറിൻ്റെ നമ്മുടെ വള്ളംകളി മത്സരത്തിൻ്റെ ട്രാക്ക് ആരംഭിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഇങ്ങനെ വള്ളംകളി ആരംഭിക്കുന്നത്, കല്ലട വള്ളംകളി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മൺട്രോത്തുരുത്തിൽ വന്ന് നമ്മൾ കല്ലടയാറിൻ്റെ ജലോത്സവം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ തന്നെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തി. 1 കിലോമീറ്ററാണ് സാധാരണ മത്സരത്തിൽ ഉപയോഗിക്കുന്ന ദൂരം. അപ്പോൾ 1 കിലോമീറ്റർ താണ്ടി ഇപ്പോൾ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ്, കല്ലട ജലോത്സവത്തിൻ്റെ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ആ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ, ആ ദിവസത്തോട് അടുക്കുമ്പോൾ തന്നെ ഈ നാട് മുഴുവനൊന്ന് ആടി ഉലയും അല്ലേ?
ഈ നാടും നാട്ടുകാരും കാത്തിരിക്കുന്ന മഹോത്സവത്തിന് വേണ്ടി കാത്തിരിക്കും. ആ മഹോത്സവം അവസാനിക്കുന്ന ദിവസങ്ങളിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ നേടുന്ന വിജയികളെ തോളിലേറ്റി അവരിങ്ങനെ വെള്ളത്തിലൂടെ ആവേശത്തോടെ പോകുന്ന നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ എത്ര രസകരമാണല്ലേ. ഒരു നാടിൻ്റെ സംസ്കാരം, തനതായ ഒരു സംസ്കാരം, ശൈലി, അത്തരം കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിലൂടെ. കേരളം മനോഹരം. കേരളം കേരളം മനോഹരം. അഷ്ടമുടി കായലിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ചായ എന്തെങ്കിലും നമുക്ക് കുറച്ചുകൂടെ സഞ്ചരിക്കുന്ന സ്വാഭാവികമായിട്ടും ഒരു ടയർനെസ് ഒക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ ചായയോ നാരങ്ങ വെള്ളമോ മോരോ ഒക്കെ കുടിക്കണമെന്ന് നേരെ വണ്ടി ഒതുക്കിയപ്പോഴാണ് ബോട്ട് ഒതുക്കിയപ്പോഴാണ് കാണുന്നത് ഇത് വലിയ കരയാണ്. ഈ സൈഡിൽ നല്ല റോഡുണ്ട്. നമുക്ക് റോഡ് മാർഗവും നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന ചില സാധ്യതകളുണ്ട്. നമ്മൾ എസ്റ്റ്മോളാണ് നിൽക്കുന്നത്. അപ്പോൾ കൊച്ചുപാലം ചേട്ടൻ്റെ കടന്ന് കപ്പലിൻ്റെ മേടിച്ച് വെച്ചു. ഞങ്ങൾ കപ്പലിൻ്റെയും കടലയും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം വെച്ചാൽ നമ്മൾ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ പഴയ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ അണ്ണാച്ചിമാർ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്രി പറക്കുന്ന ആൾക്കാർ വരുമ്പോൾ അവർ നമുക്ക് കുറച്ച് കപ്പലിൻ്റെയും കടലയൊക്കെ തരാറുണ്ട്. പിന്നെ കുറേ ചില്ലറ പൈസ കിട്ടുമല്ലോ. ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യം. ഇത് ഹരിദാസേട്ടൻ. നമ്മൾ ഈ പറഞ്ഞ എസ്മളവിൽ നിൽക്കുമ്പോൾ ഹരിദാസേട്ടനെ പരിചയപ്പെടുകയാണ്. ഹരിദാസേട്ടൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ കൊല്ലത്ത് തന്നെ ഈ നമുക്ക് അറിയാം, നമ്മൾ ഉത്സവ സമയമാകുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലേ, ഉത്സവ സമയത്ത് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പ്ലോട്ട് ഇപ്പോഴും നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? ഇത് എത്ര നാളായിട്ട് ചെയ്തു തുടങ്ങിയിട്ട്? 45 വർഷത്തിൽ കൂടുതലായി നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്തു തുടങ്ങി. ആണോ? ഞാൻ ആദ്യകാലത്തുള്ള. ചേട്ടൻ്റെ ഫുൾ നെയിം എങ്ങനെയാണ്? സീസൺ ആർട്ട്, ഹരിദാസൻ സീസൺ ആർട്സ്, പുലിയിലാം നെല്ലിലാത്തി. ഏട്ടനെ പറ്റി ഇതിപ്പോൾ പുതിയ എന്താ ഉണ്ടാക്കുന്നത്? ഇപ്പം നമ്മുടെ മാർഷോ ഐലൻഡിലേക്ക് വേണ്ടി ഒരു ആന ചെയ്തത്. ഞാൻ നിൽക്കുന്നത് ഈ ഇവിടെ നമ്മൾ വലിയൊരാളെൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ആരെക്കാളും ഈ പേര് കേട്ടാൽ നമ്മൾ ഞെട്ട് ചിലപ്പോൾ. ജോർജ് ബുഷാണ്, ബുഷ് ജോർജ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ സ്ഥാപനം മാർഷോ ഐലൻഡ്. നമ്മൾ ഇവിടെ ആയിരുന്നു താമസമൊക്കെ, വളരെ രസകരമായിരുന്നു. എല്ലാം നമ്മൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഈ നാട് മുഴുവൻ മൺട്രോത്തുരുത്ത് മുഴുവൻ കറങ്ങി നടക്കുകയായിരുന്നു. എന്താണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാര്യം? ഇവിടെ ആനയെ വെക്കാൻ തോന്നി എന്താണ്? അതെ, ആന നല്ലതാണ്. അതെ അതെയാണല്ലേ. ഒരു നിറഞ്ഞ ആന എന്ന് പറഞ്ഞാൽ ഒരു നിറവാണല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു നിറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സർവ്വം നിറഞ്ഞു അല്ലേ? ഇതൊരു പ്രത്യേകതരം മീൻപിടുത്തമാണ് കേട്ടോ. നമ്മളിന്ന് വളരെ രസകരമായിട്ട് അഷ്ടമുടി കായലിലൂടെ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച വെച്ചാൽ, നമ്മൾ രാവിലെ കുരുത്തോല കണ്ടിട്ട് അതിൻ്റെ പ്രകാശം കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളർ കണ്ടിട്ട് മീൻ ആകർഷിക്കുമ്പോൾ പിടിക്കുന്നൊരു തരം കണ്ടൊരു വിരളി എന്ന് പറഞ്ഞു. ഇത് ഒരു പ്രത്യേകതരം ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണിത്. കമ്പ് ഇങ്ങനെ കാണിക്കും. കമ്പിൻ്റെ നിറത്തിലേക്ക് ഈ മീനിങ്ങനെ ആകർഷിച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ ആ ഉറ്റാലല്ലേ, ഊത്ത എന്താ പേരെന്താണ്? വല, ചെറിയ വല. ഈ വലയ്ക്ക് എന്താ പേര്? വട്ടവല. അതുകൊണ്ട് ഞാൻ കാത്തിരുന്നത്. അങ്ങനെ വട്ടവല വെച്ച് മീൻ പിടിക്കും. കരിമീനാണ് കൂടുതലും വരുന്നത് അല്ലേ? ഇതൊരു യാത്രയാണ്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും മനോഹരമായ പ്രദേശങ്ങൾ തേടി ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തിലെ എസ്മളവ്.
മൺട്രോ തുരുത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിലയിടങ്ങളിൽ പോകാൻ ചില വാഹനങ്ങളാണെന്നല്ല, ചില ബോട്ടുകൾ നല്ലതാണ് അല്ലേ. നമ്മൾ നേരത്തെ പോയ ബോട്ടുകളിലാണ് നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ അറിഞ്ഞ നമ്മുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലത്ത് പോകാനായിട്ട് ആ വലിയ ബോട്ടിന് പറ്റിയില്ല, ചെറിയ കുഞ്ഞ് വെള്ളം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ പോകുന്നത് വേറൊരു തുരുത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ മർഷോ ഐലൻഡ് വന്നിട്ട് അവിടുന്ന് വേറൊരു ബോട്ട് എടുത്തിട്ട് നമ്മൾ നേരെ മറ്റൊരു തുരുത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ മൺട്രോ തുരുത്തിലെ മറ്റൊരു തുരുത്തിലേക്ക് വന്നു കയറുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില സ്ഥലങ്ങളാണ്. കണ്ടൽക്കാടുകൾ തന്നെ കൊണ്ട് നമുക്കൊരു ആർച്ച് പോലെ രൂപപ്പെട്ട ഒരിടം. അവിടേക്കാണ് നമ്മൾ അകത്തേക്ക് കയറാൻ പോകുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ നാവികൻ ബുഷാണ്. അത് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള കണ്ടൽക്കാടുകൾ കൊണ്ട് സമ്പന്നമാണ് മൺട്രോ തുരുത്ത്. ഇത്തരം മൺട്രോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ കണ്ടൽ ചെടികളുടെ വേരുകളിലാണ് ഇവിടുത്തെ ഭൂമി നിലനിൽക്കുന്നത്. ഈ ഒരു കാഴ്ച കൂടി കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആകുന്നുണ്ട്. സാധാരണ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ പിന്നെ നമുക്ക് പിന്നെ യാത്രാ സൗകര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ മീൻ പിടിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരയോഗ്യമല്ലാത്ത സമയമാണെന്ന് പറയുന്നത് ഒരു 6 മണി കഴിഞ്ഞ പിന്നെ പാടാണ്. നമ്മുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ടെങ്കിലും ഈ ഒരു തുരുത്ത് കൂടി ഒന്ന് കാണുന്നതുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ തുരുത്തും കണ്ട് ഇനി മടക്കയാത്രയാണ്. കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ സമ്മാനിച്ച മൺട്രോ തുരുത്തിനോട് തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാഹനം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും കേരളം മനോഹരം.